കൊള്ളൂല കൊള്ളൂല, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ത്രില്ലറെന്ന് വെച്ചാ ഇടക്കാലത്തെ ത്രില്ലർ എന്നൊക്കെ പറയാം. അടുത്തേക്ക് രീതിയാ കൊള്ളൂല. കൊള്ളാം, നല്ല ഫലം, നല്ല ഫിലിമായിരുന്നു. മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള വിഷമതകളിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഫിലിമായിരുന്നു. കൊള്ളാം, നല്ല ക്ലൈമാക്സിലായിരുന്നു. നല്ല ത്രില്ലറാണ്. കുഴപ്പമില്ല, കൊള്ളാം, അടിപൊളി സിനിമ. നല്ല പടം, നല്ല പടം, നല്ല പടമായിരുന്നു, കൊള്ളാം. പിന്നെ കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. പക്ഷേ ഒരു ക്രൈം ത്രില്ലറാണ് അത്. ക്ലീശ മോഡലാണെങ്കിലും സംഭവം കൊള്ളാം, കുഴപ്പമില്ല. സസ്പെൻസ് പറ്റില്ല, പക്ഷെ പ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നി. എനിക്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു. അഞ്ചാം മാതിര മോഡലൊന്നുമില്ല. അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇന്നതാണ് ലാസ്റ്റ് ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അത് എന്തായാലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ വൺ ടൈം വാച്ചബിളാണ്, നല്ല മൂവിയാണ്. ആവറേജ് മൂവി ആസ്വാദകന് ഇരുന്ന് കാണാം, കുഴപ്പമില്ല, നല്ല മൂവി. വൺ ടൈം വാച്ചബിളാണ്. അത്ര DNA ഞാൻ കണ്ടു. നമ്മളെ ഒരു മമ്മൂട്ടിയുടെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളെന്നല്ലേ വന്ന് കണ്ടതല്ല. DNA എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ, ഞാൻ കൂടുതലും എനിക്ക് ഇഷ്ടമുള്ളതും ഇൻവെസ്റ്റിഗേഷൻ, സൈക്കോ പോലുള്ള ഹൊറർ പോലുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വന്ന് കണ്ടതാണ്. പക്ഷേ ആ ഒരു സാധാരണ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ കാണുന്നതിൻ്റെ ആ ഒരു തൃപ്തി ഇതിനകത്ത് എനിക്ക് കിട്ടിയില്ല. പക്ഷേ മേക്കിംഗ് സൈഡും ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നമുക്കൊരു ബോറടിയും ഇല്ലാതെ അത് നമുക്കൊരു ലാഗും തോന്നിക്കാത്ത രീതിയിൽ തന്നെയാണ് പടം പോകുന്നത്. പക്ഷേ ഇച്ചിരി കൊല്ലുന്ന രീതിയൊക്കെ വ്യത്യസ്തമാണെങ്കിലും അങ്ങോട്ടൊന്നും അത് ഒരു ഇതായിട്ട് തോന്നിയില്ല. ചില സ്ഥലത്ത് നടക്കുന്ന സ്ഥലത്തും പിന്നെ ഏറ്റവും കൂടുതൽ തോന്നുന്നത് നമുക്ക് ആ സൗണ്ടിലാണ്. പുള്ളിയുടെ ആ സൗണ്ടിലാണ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അടുത്ത് കാണുന്നത്. ഉള്ള അഭിനയം കാര്യങ്ങളൊക്കെ കൊള്ളാം. അതിട്ട് നല്ല അഭിനയമൊക്കെ നല്ല കുഴപ്പമില്ലാത്ത അഭിനയം കാര്യങ്ങളൊക്കെ ആയി. അടിച്ചു കയറി വന്നു എന്ന് പറയാം. കുറച്ച് ഇത് ഉള്ളെങ്കിൽ പോലും പുള്ളി നല്ല രീതിയിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഇറങ്ങിയതിൽ വെച്ചിട്ട് ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. ഇപ്പം അഞ്ചാം പാതിര പോലെ എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു. പക്ഷെ അഞ്ചാം പാതിരയുടെ ഒന്നും പകുതി അത്രയൊന്നും വന്നിട്ടില്ല. കൊല്ലുന്ന രീതിയും കൊണ്ടിടുന്ന രീതിയും ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ വ്യത്യസ്തമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ സാധാരണ ഒരു സൈക്കോ മൂവിയൊക്കെ കാണുന്നതിൻ്റെ ആ ഒരു ത്രില്ല് അങ്ങോട്ടേക്ക് കിട്ടിയില്ല. പക്ഷേ എടുത്തു വെച്ചിരിക്കും. മേക്കിങ് അടിപൊളിയാണ്. ഡയറക്ഷൻ സൂപ്പറാണ്, കുഴപ്പമില്ല.